വെൽക്കം ബാക്ക് ടു സോസി ഹബ്. പ്രീവിയസ് വീഡിയോയിൽ കാണിച്ച ബട്ടൂരിൻ്റെ കൂടെ കഴിച്ച ചന മസാലയില്ലേ, അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് 8 മണിക്കൂർ കുതിർത്ത 1 കപ്പ് വെള്ളക്കടലയും 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു 4 വിസിലൊക്കെ മതി കേട്ടോ. ഇനി 5 തക്കാളി വേവിച്ച് അത് അരച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് ചെറിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ടൊമാറ്റോ പ്യൂര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളായിട്ട് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കടല വേവിച്ച് വെച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച കടലയും അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കടല അരച്ചതും കൂടി ചേർക്കാം. നമുക്ക് എത്ര തിക്കായിട്ട് വേണോ അതിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഈ മസാലയിലേക്ക് കടലയും മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കാം. അവസാനം കസൂരി മേത്തിയും മല്ലിയിലയും ചേർത്താൽ അടിപൊളി ചന മസാല സെറ്റായി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. ചൂട് ചന മസാലയും ബട്ടൂരയും ഇതിൻ്റെ കൂടെ ചെറുതായി അരിഞ്ഞ ഉള്ളിയും ഇച്ചിരി നാരങ്ങയും പിഴിഞ്ഞ് കഴിച്ച് നോക്കിയ സെറ്റാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്, ഷെയർ, ഫോളോ ആക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.